ഓട് കണ്ടം വഴി കാശ്മീരിലേക്ക് സാംസ്കാരിക നായ്ക്കൾ എവിടെയെന്നും സെൻകുമാർ കോടിയേരിക്കെതിരെ ആഞ്ഞടിക്കുന്നു. പാകിസ്ഥാനുമായി ചർച്ച എന്ന് പറയുന്നവരെ കാശ്മീരിൽ താമസിപ്പിക്കണം. കോടിയേരിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ടി.പി. സെൻകുമാർ. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ ചിലർ കാശ്മീരിന്റെ കാര്യം വന്നപ്പോൾ പറയുന്നത് പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് പോകണമെന്നാണ്. ഇങ്ങനെയുള്ളവരെ കുറച്ചുനാൾ കാശ്മീരിൽ താമസിപ്പിക്കണം. ഒന്നുകിൽ പാകിസ്ഥാന്റെ വെടിതീരും, അല്ലെങ്കിൽ ഇവരുടെ വെടിതീരും. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്ത് ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ പാർട്ടി പത്രം മാത്രം വായിക്കാനും അവരുടെ ചാനൽ മാത്രം കാണാനും വിധിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട്. അവർക്ക് ഇത്തിരി ശുദ്ധവായു കടത്തിവിടാനാണ് ശ്രമിക്കേണ്ടത്. ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ കൊന്നപ്പോഴും സൈനികർ മരിച്ചു വീണപ്പോഴും സാംസ്കാരിക നായകർ മിണ്ടിയില്ല. ഇവരെ വിളിക്കേണ്ടത് സാംസ്കാരിക നായ്ക്കളെന്നാണ്. യജമാനൻ പറയുന്നതനുസരിച്ച് കുരയ്ക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്, അല്ലാതെ നായ്ക്കളെ അധിക്ഷേപിക്കാനല്ലെന്ന് സെൻകുമാർ പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് സനാതന ധർമ്മ പരിഷത്ത് നടത്തിയ ഹൈന്ദവ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു സെൻകുമാർ. കഴിഞ്ഞ ദിവസം കോടിയേരി പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തതിന് പിന്നിൽ രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. കാശ്മീരിനെ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായപ്പോൾ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. കേരള രക്ഷായാത്രയ്ക്ക് ഇടുക്കിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയുള്ള കോടിയേരിയുടെ ഈ ആഞ്ഞടി. പുൽവാമ ആക്രമണത്തിന് ശേഷം CPM ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യുദ്ധമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ BJPയും RSSും ശ്രമിക്കുകയാണ്. കാശ്മീരികളെ അംഗീകരിക്കാൻ BJPയും RSSും ശ്രമിക്കണം. പുൽവാമയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് സർവകക്ഷി യോഗം നടക്കുമ്പോൾ യുദ്ധ സാഹചര്യം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ശ്രമിക്കണം. രാജ്യത്ത് മുസ്ലിം വിരോധം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിനാണ് RSS ശ്രമിക്കുന്നത്. കാശ്മീരി ജനതയെ രാജ്യത്തിനൊപ്പം നിർത്തണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തിയ സാഹചര്യത്തിൽ പരാജയ ഭീതി മണത്ത BJP സർക്കാർ രാജ്യത്ത് യുദ്ധഭ്രാന്ത് സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും കോടിയേരി ആരോപിച്ചിരുന്നു. കാശ്മീരിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ധാരാളം സംശയമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞിരുന്നു. സൈനികർക്ക് കോൺവോയ് പോകുന്ന സമയത്ത് സിവിലിയന്മാരെ കടത്തിവിടാറില്ല. എന്നാൽ പുൽവാമ ആക്രമണം നടന്ന ദിവസം അങ്ങനെ സംഭവിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷണം വേണം. സംശയങ്ങൾ ദൂരീകരിക്കണമെന്നും കാനം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കോടിയേരിയും പുൽവാമ ആക്രമണത്തിനും അതിന് നൽകിയ തിരിച്ചടിയിലും സംശയം പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സുരക്ഷാ വീഴ്ചയിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മമതാ ബാനർജിയും രാജ് താക്കറെയും ഇതേ ആരോപണവും നേരത്തെ ഉന്നയിച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ചോദ്യം ചെയ്താൽ പുൽവാമ ആക്രമണത്തിന്റെ എല്ലാ വിവരങ്ങളും പുറത്തുവരുമെന്നാണ് രാജ് താക്കറെ വിമർശിച്ചത്. പുൽവാമ ആക്രമണം നടക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നിട്ടും തടയാൻ കഴിയാതിരുന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. രാജ്യത്തുടനീളം നേതാക്കൾ ഇത്തരത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ആരോപണങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെ ഉയർത്തുകയും ചെയ്യുമ്പോഴും അത് തിരഞ്ഞെടുപ്പിനെ ഏതു തരത്തിൽ ബാധിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കോടിയേരി നടത്തിയ പരാമർശം ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിതെളിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.